ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി. രാവിലെ എന്താ അങ്ങോട്ട് കുട്ടി കാണിച്ചെന്ന് പറഞ്ഞ എഴുതിയാലും കുഴപ്പമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു രണാസുന കണ്ടന്റ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇവളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളെ എല്ലാവരും അവളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണം. അവൾക്ക് വീണ്ടും വീണ്ടും കുപ്രസിദ്ധിയിലൂടെ റീച്ച് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഓരോ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെയാ പറയുന്നത്. പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നത് എന്തിനാ? ഞാനും പറയാൻ ഓർത്തു. കാരണം ഇവള് കാണിച്ചു കൂട്ടുന്നതും അതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇവള് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാണിച്ച കുറെ അധികം വൃത്തികെട്ട പ്രവൃത്തികളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അതിനിടയ്ക്ക് ഇവള് രാവിലെ ആൽബത്തിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പിനിടക്ക് ഒരു മീഡിയക്കാരൻ ചോദിക്കുന്നു, രേണു രാവിലെ രേണുവിന്റെ മൂഡ് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവൾ ഉടനെ തന്നെ തിരിഞ്ഞു നിന്ന് അവളുടെ മൂഡ് കാണിച്ചിട്ട് പറയുന്നു, എന്റെ മൂഡ് ശരിയല്ലേ എന്ന്. അതാണ് അവളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അവളുടെ മൂഡ് ശരിയല്ലെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മൂഡ് ഭാഗം അവളങ്ങ് തിരിഞ്ഞു കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അവളുടെ സ്വഭാവം എത്ര വൃത്തികെട്ടതാണെന്നും എത്ര തരം താഴ്ന്ന ഒരു ചിന്താഗതിക്കാരിയാണെന്നുള്ളതും മനസ്സിലാക്കാമല്ലോ. ശരിയാണ്, ആദ്യമൊക്കെ ഇവള് ജീവിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ അഭിനയ രംഗത്തേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ അവക്ക് അതൊരു തരം ഭ്രാന്തായി മാറിയിരിക്കുക. കാരണം ഇപ്പൊ അവക്ക് പൈസയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇപ്പൊ അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം ഇങ്ങനെ അർമാദിച്ച് നടക്കുക. അതായത് സോഷ്യൽ മീഡിയയുടെ മുന്നില് എനിക്ക് എന്തുവാകാം, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തും ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കും, എന്റെ ശരീരം ഞാൻ ഏത് രീതിയിലും കാണിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇവളുടെ പ്രവർത്തികൾ. അതിന് ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ആൽബം ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ ഒരു അക്ഷയ് എന്ന് പറയുന്ന അവനുമായിട്ട് ഇവള് കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾക്ക് കയ്യും കണക്കുമില്ല. അവന്റെ കൂടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് കുൽസിതങ്ങളൊക്കെ ഇവള് മീഡിയക്കാരോട് പറയുന്നുണ്ട്. എന്തായാലും അതുകൂടെ ഒന്ന് കാണാം. അക്ഷയ ഞാനും ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ അങ്ങനത്തെ പരിപാടികൾ. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും, അപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്, പിന്നെ കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാന്ന് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ് അതൊക്കെ. കണ്ടല്ലോ, ഇവൾ ആ മീഡിയക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുകയാണ്. ഇവരൊരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഇപ്പോഴും അവന്റെ ഫ്ലാറ്റിലുണ്ട് എന്നൊക്കെ മീഡിയക്കാർക്ക് മുന്നിൽ പറയുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഒരു നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നാണം ഉണ്ടോ? എനിക്ക് ശരിക്കും പറയാനുള്ളത്, ഇവളുടെ പുറകെ ഈ ക്യാമറയും തൂക്കി അവളുടെ തുമ്മണതും തൂറണതും മുള്ളണതും ഒക്കെ എടുക്കാൻ വേണ്ടി നടക്കുന്ന നാണം കെട്ട ചാനലുകാരോട്, ഈ മീഡിയക്കാരോട് ആണ് എനിക്ക് പറയാനുള്ളത്. നാണം ഉണ്ടോ? ഇവളുടെ പുറകെ ഈ ക്യാമറയും തൂക്കി നടക്കുന്ന അവന്മാർക്കും ഒക്കെ വീട്ടിൽ സ്ത്രീകളും അമ്മയും പെങ്ങളും മക്കളും ഒക്കെ ഉള്ളതല്ലേ. ഇവളുടെ പുറകെ ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഇവളുടെ പുറകെ ഈ മീഡിയക്കാർക്ക് രാവെന്നില്ല പകലെന്നില്ല ഇവളുടെ പുറകെ ഈ ക്യാമറയും തൂക്കി നടക്കുകയാണ്. എന്തെങ്കിലും ഒരു കഴിവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ലൊരു നടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഇത് സ്വന്തം ഭർത്താവ് മരിച്ചതിന്റെ പേരില് ആ പേരും പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്ന ഒരുത്തിയാണ്. ആദ്യമൊക്കെ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അഭിനയ രംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ ഇവളെ പൂരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവള് അമ്മാതിരി വൃത്തികേടുകളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പോലും ആ മീഡിയക്കാരോട് ഇവള് പറയുന്നുണ്ട്, ആ കൂടെ ഇരിക്കുന്ന അവന്റെ കൂടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്, കറങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ ഒരു പക്ഷെ സത്യമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതാണ്. ചെയ്യുവാണെങ്കിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക. അതിപ്പോ അഭിനയമാണ് അഭിനയം, അത് അതിൻ്റെതായ രീതിക്ക് അന്തസ്സായിട്ട് ചെയ്യ്. അല്ലാതെ ഇതുപോലെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ചെറുക്കന്മാരുടെ തോളി കയറുക, അവരെ കെട്ടിപ്പിടിക്കുക, പരിസരം നോക്കാതെ മീഡിയക്കാരുടെ മുന്നിൽ ഉമ്മ കൊടുക്കുക, ഇതൊക്കെയാണ് ഇവള് കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ടും ഇവളെ പൊക്കിക്കൊണ്ട് നടക്കാൻ കുറെ അന്തം ഫാൻസ് ഉണ്ട് ഇവളുടെ. അവരൊക്കെ പറയണ ന്യായീകരണങ്ങൾ, അവള് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു.
ഈ പറയുന്ന ആൾക്കാർ, ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളാണ് ഇതുപോലെ ഭർത്താവ് മരിച്ച് സ്ത്രീകൾ ഇതുപോലെ ഇറങ്ങി നടന്ന് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവോ? നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിലും കൂടെ കൊടുക്ക, അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക്, ദാസോട്ട് കുറച്ചുകൂടെ റൊമാൻസട്ടെ, കുറച്ചുകൂടെ ഇടിപ്പി ചേർത്ത് പിടിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ്. ഈ ഒരു ആൽബം ഇറങ്ങുന്ന സമയത്ത് അതിലുള്ള സീനുകൾ എന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ ജനങ്ങൾ കണ്ടാ പോരെ. ഇത് ആ ആൽബത്തില് തുടക്കം മുതലുള്ള സീനും അവസാനം വരെയുള്ള എല്ലാ സീനുകളും ഇപ്പൊ തന്നെ ഓൺലൈൻ ചാനലുകളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചാണ്. അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ടില്ലേ, കെട്ടിപ്പിടിക്കൂ ദാസേട്ട, ഇച്ചിരൂടെ കെട്ടിപ്പിടിക്കൂ, അവിടെ പിടിക്കൂ, ഇവിടെ പിടിക്കൂ. ഇതവര് ചെയ്യട്ടെ. ആ ആൽബം ഇറങ്ങുമ്പോ ജനങ്ങൾ കണ്ടാ പോരെ. അതല്ലാതെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ ചാനലുകാരെ മൊത്തവും കൊണ്ടുപോയിട്ട് അതിന്റെ A to Z കാര്യങ്ങൾ ചാനലിലൂടെ പുറത്തേക്ക് വിടുക. എന്തിനു വേണ്ടിയിട്ട്? ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. എന്തോ വലിയ സംഭവമാണ് ഇവരുടെ വിചാരം. ഇവരുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തോന്നും മറ്റേ ബാഹുബലി സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. എന്താ ഇതിനൊക്കെ പറയണ്ടേ? കുറെ ഊളകളുണ്ട് ഇങ്ങനത്തെ. ആൽബം എന്നൊക്കെ പറയുന്നതിന്റെ പേര് തന്നെ കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ ഇതുപോലത്തെ കുൽസിത ആൽബങ്ങൾ എടുക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ ഇതുപോലെ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തുവാണ്? എല്ലാ ആൽബത്തിലും ഒരേ തീമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഈ പ്രത്യേകിച്ച് ഈ രേണുസുതി അഭിനയിക്കുന്ന ആൽബങ്ങൾ എല്ലാത്തിലും ഒരേ തീമും കാര്യങ്ങളും. ഇപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന ആൽബത്തിലും സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ എന്താ പറയണ്ട, അതിന്റെ കഥകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. 3 നായകന്മാര് ഈ രേണുസുതിയുടെ പുറകെ നടക്കുന്നു, അതിൽ ഒരുത്തന് ഇവളെ കിട്ടുന്നു. അതാണ് സംഭവം. ഇനിയിപ്പോ ആ ആൽബം ഇറങ്ങുമ്പോ ആരും, എനിക്ക് പറയാനുള്ള ഇതുപോലുള്ള ആൽബങ്ങൾ ഇവളുടെ ഇറങ്ങുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, കാണാതിരിക്കുക, പൊട്ടിപ്പാളീസ് ആവണം. എന്നാലേ ഇവളെ വെച്ചുള്ള ആൽബം പിടുത്തം ഇതുപോലുള്ള ഊളകൾ നിർത്തുള്ളൂ. അഭിനയിച്ചില്ലെങ്കിൽ അഭിനയം അറിയില്ല, അറിയട്ടോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ വരെ പറഞ്ഞോ, എന്തുവാടാ നവാസ പറഞ്ഞു അടിക്കണ്ട. എനിക്കിട്ട് തന്നെ ഓക്കെ.